Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോർ ആറ്റം മോഡലാണ്. നമുക്കറിയാം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആൾക്കാരാണ് ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ, റുദർഫോർഡ് എന്നിവർ. ഇവരുടെയൊക്കെ ആറ്റം മോഡലിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രോബാക്സിനൊക്കെ ഒരു വിധത്തിൽ കട്ട് ചെയ്യുന്നത് ബോറിൻ്റെ ആറ്റം മോഡലാണ്. ബോറിൻ്റെ ആറ്റം മോഡലിൽ ബോർ ഒരു ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു 7 പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ടാണ്. ആ 7 പ്രസ്താവനകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഈ സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിലൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന അഥവാ പോസ്റ്റുലേറ്റ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ആറ്റം ഈസ് എ വെരി സ്മോൾ പാർട്ടിക്കിൾ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ആറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പെറിക്കൽ പാർട്ടിക്കിളാണ്. അതിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും അടങ്ങിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് the center of atom is called the nucleus. The positively charged protons and chargeless neutrons are located in the nucleus. ആറ്റത്തിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നും ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജായിട്ടുള്ള പ്രോട്ടോണും ചാർജില്ലാത്ത ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നു. തേർഡ് പോസ്റ്റുലേറ്റ്സ് the negatively charged electrons revolving around the nucleus in circular path called orbit. നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വട്ടത്തിൽ കറങ്ങുന്ന പാതയെ ഓർബിറ്റ് എന്നും ബോർ വിളിച്ചു. ഈ ഓർബിറ്റ് KLMN ഓർഡറിൽ പേരും കൊടുത്തു. നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഈച്ച് ഓർബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ ഓർബിറ്റും അതിന് ഒരു ഫിക്സഡ് ആയിട്ട് എനർജി ഉണ്ട്. കെയ്ക്ക് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്, അതേപോലെ തന്നെ എല്ലിനൊരു ഫിക്സഡ് എനർജി ഉണ്ട്, അതേപോലെ എമ്മിനും ഉണ്ട്. The greater the distance of the orbit from the nucleus, more shall be the energy associated with it. ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓർബിറ്റിന് എനർജി കുറവും ഈ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ എനർജിയുടെ അളവും കൂടി വരും. അപ്പോൾ ഏറ്റവും കുറവുള്ളത് കേക്കും പിന്നെ ഏറ്റവും പുറത്ത് കിടക്കുന്ന ഓർബിറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. അടുത്ത പോസ്റ്റുലേറ്റ്സ് പറയുന്നത് an electron does not absorb or emit energy as long as the electron remains in a particular orbit. ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനർജി അബ്സോർബ് ചെയ്യുകയോ അതായത് എനർജി ആഗിരണം ചെയ്യുകയോ എമിറ്റ് എനർജി പുറത്തു വിടുകയോ ചെയ്യില്ല. ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് എനർജി പുറത്തു വിടുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യില്ല. അടുത്ത പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഓരോ ഓർബിറ്റിൻ്റെയും ആംഗുലാർ മൊമെൻറ്റം MVR എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ്. അതായത് ഓരോ ഓർബിറ്റിനും ഒരു ഫിക്സഡ് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും. ആ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഒരു ഇക്വേഷനാണ് MVR = n × h/2π. നമുക്കറിയാം m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഓർബിറ്റ്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ് 1, 2, 3 എന്ന വാല്യൂസ് വരുന്ന ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത പോയിന്റ് അതായത് അടുത്ത പോസ്റ്റുലേറ്റ്സ് അതായത് ലാസ്റ്റ് പോസ്റ്റുലേറ്റ്സ് The emission or absorption of energy in the form of radiation can occur only when an electron jumps from one orbit to another.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ അത് എനർജി അബ്സോർബ് ചെയ്യോ എമിറ്റ് ചെയ്യോ ചെയ്യില്ല എന്ന്. പക്ഷേ ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് അത് ജമ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കെ ഷെല്ലിലുള്ളൊരു ഇലക്ട്രോൺ എല്ലിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ എമിഷനോ നടക്കും എന്നാണ് ലാസ്റ്റ് പോസ്റ്റുലേറ്റ്സ് പറഞ്ഞത്. അവിടെ എനർജി കാണാനുള്ള ഒരു ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളത്. അത് നമ്മൾ പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് ബോർ ആറ്റം മോഡലിൻ്റെ പിക്ചർ വരുന്നത്. നമുക്കറിയാം ഇതിൽ KLMN ഷെല്ലുകൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ല് K ആണ്, സെക്കൻഡ് ഷെല്ല് L ആണ്, തേർഡ് ഷെല്ല് M ആണ്. അങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ N എന്ന് പറയുമ്പോൾ 1 ആണ്, L ആവുമ്പോൾ 2 ആവും, M ആവുമ്പോൾ 3 ആവും. പിന്നെ എനർജി കാണാനുള്ള ഇക്വേഷനും ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നും വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, എല്ലാ ആറ്റം മോഡലിനും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ ബോറിൻ്റെ ആറ്റം മോഡലിനും ഡ്രോബാക്സും ഉണ്ട്, അതേപോലെ തന്നെ മെറിറ്റും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റും പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഡീമെറിറ്റും പഠിക്കാനുണ്ട്. മെറിറ്റ്സ് എന്തൊക്കെയാണ്, ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് മോഡൽ ഗീവ്സ് എ മോർ സാറ്റിസ്ഫാക്ടറി പിക്ചർ എബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. ഒരു ആറ്റത്തിൻ്റെ നമുക്ക് തൃപ്തിയാവുന്ന ഒരു പിക്ചർ തരാൻ ഈ മോഡലിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റേഡിയസ് ഓഫ് ഓർബിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അത് MVR = N × h/2π എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ ഓർബിറ്റിൻ്റെ റേഡിയസിൻ്റെ അളവും നമുക്ക് ഈ മോഡൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തത്, ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര ഓഫ് ആറ്റം, എസ്പെഷ്യലി ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നുമാണ് ബോർ മോഡലിൻ്റെ മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം മെറിറ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡീമെറിറ്റും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡീമെറിറ്റും പഠിക്കാനുണ്ട്. ഇതേപോലെ ഒരു 3 പോയിൻ്റ് ഡീമെറിറ്റും ഉണ്ട്. ഒന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഫെയിൽഡ് ടു പ്രെഡിക്റ്റ് ദി സ്പെക്ട്ര ഓഫ് കോംപ്ലിക്കേറ്റഡ് ആറ്റംസ് വിത്ത് മെനി ഇലക്ട്രോൺസ്. ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള കോംപ്ലിക്കേറ്റഡ് ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് കഴിഞ്ഞിട്ടില്ല. ഹൈഡ്രജൻ പോലെയുള്ള ചെറിയ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. രണ്ടാമത്തത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമൻസ് ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. സീമൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ എഫക്റ്റിനാണ് സീമൻസ് ഇഫക്റ്റ് എന്ന് പറയുക. അതിനോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണ്ട, നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമൻസ് ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. മൂന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ദിസ് മോഡൽ ഡസ് നോട്ട് മെൻഷൻ എനിത്തിങ് എബൌട്ട് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ബോർ ആറ്റം മോഡലിനെ കുറിച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ പോയിൻറ്റ്സ്, ഈ 7 പോസ്റ്റുലേറ്റ്സും 3 വീതമുള്ള മെറിറ്റും ഡീമെറിറ്റും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തിൽ നിന്നും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.